അപ്പോൾ നിങ്ങൾ എന്തും രക്ഷപ്പെടുക എന്നതല്ല വേണ്ടത്. രക്ഷപ്പെടുക എന്നുള്ളതല്ല വേണ്ടത്. രക്ഷിക്കപ്പെടുക. അത് ജീവനുള്ള ദൈവത്തിൻ്റെ ബോധത്തോടെയുള്ള സാക്രിഫൈസിലാണ് വരുന്നത്. അന്നത്തെ ഉള്ള ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണത് തിരിച്ചും പ്രതീക്ഷിക്കാണ് സ്നേഹിക്കുന്നത്. ഞാനൊരിക്കലും ഞഞ്ഞമിഞ്ഞ പറയാൻ ഡ്രഗ് അടിച്ച് നടക്കാനും പോയിട്ടില്ല. ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഇങ്ങനെ പറയണ പോലെയല്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ഞഞ്ഞമിഞ്ഞ പറയാനും എന്ന് പറഞ്ഞ് നടക്കാൻ ഞാൻ പോയിട്ടില്ല. അതെൻ്റെ പ്രവൃത്തിയിൽ ഞാൻ അതിഷ്ടമായി അനുഷ്ഠിച്ചിട്ടുണ്ട്. ആരും പറയിപ്പിച്ചിട്ടൊന്നുമല്ല. അത് തനിയെ അങ്ങനെ വരുന്നതാണ്. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഡ്രഗ് അടിച്ച് നടന്നിട്ട് കുടിച്ച് നടന്നിട്ട് ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ പോകണില്ല. രക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഒരാഴ്ചയിലാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ധൈര്യമില്ലാണ്ട്, വിഷമം വരണമുണ്ട്, ധൈര്യമില്ലാണ്ട്. നിങ്ങൾ തന്തെ തള്ള എന്തൊക്കെ അനുകരിച്ച് നടക്കണവർ കേട്ടിട്ടില്ലേ? തള്ളേനെ കൊല്ലണവർ, തള്ള മകനെ കൊല്ലണവർ, തന്തേനെ കൊല്ലണവർ. അപ്പം ഇങ്ങനെ കുടിച്ച് ഡ്രഗ് അടിപ്പിച്ച് തന്തേനെ തള്ളേനെ അനുകരിച്ച് നടന്നിട്ട് നിർജ്ജീവമായത് ആരാധിച്ച് നശ്വരമായത് ആരാധിച്ചിട്ട് നടക്കണമുണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യണം. ഞാൻ കുളിക്കാൻ പോയി. എന്ത് ചെയ്യണം? നീ എപ്പോഴും കുളിക്കാൻ പോയാൽ പോയത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടല്ലേ. അവിടെ വേറെ വല്ല വേസ്റ്റ് ജോലി ചെയ്യണവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട. അവർ പറഞ്ഞത് കേട്ടിട്ടാണോ? അല്ല. അപ്പോൾ ഡ്രഗ് അടിച്ച് നടക്കുന്നത് അല്ല. 95 82 മാർക്ക് കിട്ടിയാൽ അത് 0 മാർക്ക് കൂടിയല്ല. 0 മാർക്ക് കിട്ടിയാലും 45 മാർക്ക് കിട്ടിയാലും 49 മാർക്ക് കിട്ടിയാലും ഞാൻ വേറെ രീതിയിൽ പറയണമല്ലോ. ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ പോയിട്ടില്ലേ. ആർട്ടിഫിഷ്യൽ മറവി വേണം, ക്ഷീണം വരണം, എന്തൊക്കെയോ വൃത്തികേട് ചെയ്യണം, എന്തൊക്കെയോ അതിൻ്റെ കൂട്ടിക്കുഴച്ച് എന്തൊക്കെയോ കലങ്ങി കിടക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഡ്രഗ് അടിച്ച് നടക്കേണ്ടത്, അല്ലേ? കുടിച്ച് നടക്കേണ്ടത്. ഏത് റമ്മും ഞാൻ 96 82 മാർക്ക് കിട്ടി, എനിക്ക് ഗുഡ് കഴിച്ച് നടക്കണം, എനിക്ക് പാൻപരാഗ കഴിച്ച് നടക്കണം. അങ്ങനെയുള്ള ചെകുത്താൻ വെഡ്ഡികളുടെ എന്തൊക്കെയോ എനിക്കറിയില്ലേ. ഞങ്ങൾ തലയ്ക്ക് വരെ കുഴപ്പമുണ്ട്. ഇങ്ങനെ കുരുട്ട് ബുദ്ധി എന്തിനൊക്കെ ആരാധിക്കണം എന്നറിയില്ല. നശ്വരമായതിനെ ആരാധിക്കുക, ഒരു ജീവനില്ലാത്തതിനെ ആരാധിക്കുക, മെറ്റീരിയലിസ്റ്റിക് പൊട്ട തിരഞ്ഞെടുക്കണവരെ ആരാധിക്കുക, ഒരു വെളിവും തലയ്ക്ക് വെളിവില്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേ കുരുട്ട് ബുദ്ധിയും എന്തൊക്കെയോ അതിൻ്റെ ഇങ്ങനെ കൂട്ടിക്കുഴഞ്ഞിങ്ങനെ എന്ത് കിടക്കുന്നുണ്ട്. എന്നിട്ട് ജീവനില്ലാത്ത വസ്തുക്കളെല്ലാത്തിനും ആരാധിക്കുക. എന്നിട്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ചത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പോലെ ഇങ്ങനെ സ്വത്തും കൈകലാക്കി വേറെ എന്തൊക്കെയോ ചെയ്ത് നടക്കുക. ഇതിനൊക്കെ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റുമോ? ഇവരെങ്ങനെയാണ് കാശിന് വേണ്ടി വീഡിയോ ഒരുക്കുന്നത്? ഹ്യൂമാനിറ്റി അല്ല, മനുഷ്യത്വം എന്ന് പറയാൻ പറ്റുമോ അതിനെ? എന്തൊക്കെയോ ഒരു കണ്ടിട്ട് കാണുമ്പോൾ അതിന് വീഡിയോയ്ക്ക് വേണ്ടി, കാശിന് വേണ്ടി, ലൈക്സിന് വേണ്ടി ഡ്രഗ് അടിക്കണവരാണ് മൊത്തം. നിങ്ങൾ നോക്കാം, അവർ ഡ്രഗ് അടിച്ചിരിക്കണവരാണ്. ധൈര്യമില്ലാണ്ട് എന്തെങ്കിലും യുദ്ധം എന്തെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്ക് എഴുന്നേൽക്കാൻ ശക്തിയില്ല, ബോധമില്ല. എന്തെങ്കിലും പറയാൻ കഴുത്തിന് വെട്ടേറ്റ് കെട്ടി കഴിഞ്ഞാൽ ജീവിച്ചതോ അറിയില്ല, നരങ്ങി നീങ്ങിയതോ അറിയില്ല, ഒന്നും അറിയില്ല. പറയിപ്പിച്ച് പറയണവർ, ഡ്രഗ് അടിച്ച് നടക്കണവർ, പറയിപ്പിച്ച് മാത്രം ഈ മുസ്ലിംസ് ഹിന്ദുസ് ആവണവരും ക്രിസ്ത്യൻ അല്ലാത്ത റോമൻ കത്തോലിക്സിലേക്ക് മാറണവരും വിഡിത്തം കാണിക്കണവരും പേര് മാറ്റിയിട്ട് വലിയ കാര്യമായിട്ടിരിക്കുകയാണ്. ഡ്രഗ് അടിച്ച് നടന്നിട്ട്, കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ജോലി കിട്ടിയില്ല, 90 വർഷം ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ, ബോധമില്ലാണ്ട് കിടക്കണവർ രക്ഷപ്പെടില്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടത് അതിലൊരു അനുസരണമായൊരു ജീവിതമുണ്ട്, സ്ട്രെങ്ത്തോടെ, ബോധത്തോടെ. അതിലാണ് ആണിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്, ഒരു പേഴ്സൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അവിടെ പെണ്ണത്വം ആണത്വം ഹിജടത്തരത്തല്ല. ഒരു കാര്യം, മനുഷ്യരെ സ്നേഹിക്കാം, തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് സ്നേഹിക്കാം, എന്ത് വേണം ചെയ്യാം, എന്തെങ്കിലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതിൽ കൂടി കലർന്ന് എന്തെങ്കിലും ഇതുണ്ടല്ലോ, മിഞ്ഞ പറയലും ഡ്രഗ് അടിച്ച് നടക്കലും, അത് പാടില്ല. അതായിരുന്നു അന്നത്തെ ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അതാണ് ഒമേഗ വരെ നിലനിൽക്കുന്നത്. നടുക്കിലുള്ള സാക്രിഫൈസ് ചെയ്തത് ബോധത്തോടെ ചെയ്തത്. അതിൽ കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരാരും സാക്രിഫൈസ് ചെയ്യില്ല. മനസ്സിലായി? ബോധത്തോടെ ചെയ്യണതുകൊണ്ടാണ് ബോധത്തോടെ പുനരുദ്ധീകരിക്കപ്പെടുന്നത്. ബോധത്തോടെ സാക്രിഫൈസ് ചെയ്യണതുകൊണ്ടാണ് ബോധത്തോടെ പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെ വ്യത്യാസമുണ്ട്. ആത്മാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയണത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ബോധത്തോടെ കാര്യം ചെയ്തതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയണേ. ഡ്രഗ് അടിച്ച് നടന്നവർ അടിച്ചേറ്റ് അവിടെ വീഴും ചെയ്യും, പിന്നെ അവിടെ സാക്രിഫൈസ് നടക്കില്ല, ഒന്നുമില്ല. അവർ വീട്ടിലേക്ക് പോയി ഡ്രഗ് അടിച്ച് നടക്കാം. അവർക്ക് ചെഗുവേരയും ബോബ് മാർലിയും ഇല്ല, കാർൽ മാർക്സും. അവർ ഒരു അടിയായിട്ട് അവിടെ വീണ് നടന്നാൽ നേരെ വീട്ടിൽ നിന്നിട്ട് വീണ്ടും ഡ്രഗ് അടിച്ച് റമ്മും കുടിച്ച് ഗുഡ്കിയും കഴിച്ച് അവിടെ ഇരിക്കുക. അവർക്ക് സാക്രിഫൈസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ യേശുവയുടെ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അതാണ് യഹോവ അങ്ങനെയാണ്, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഓർക്കത്തിന് പിന്നോക്കാണ്, അതിപ്പോൾ പറഞ്ഞ പോലെ ദേഷ്യം വരേണ്ട പിന്നോക്കാണ്. എന്തെങ്കിലും കാണിച്ചാൽ അത് ഒരു കാര്യം അധിഷ്ഠിതമായി നിലനിർത്താൻ തീക്ഷ്ണിച്ച് പ്രവർത്തിക്കുന്നു പറയണ പോലെ. അപ്പോൾ നിങ്ങൾ വേറെ വല്ല വീഡിയോ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓടി നടന്നത് നിങ്ങളുടെ പ്രവൃത്തി. ഞാനൊരു എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല, എങ്ങനെ ഡ്രഗ് അടിച്ച് നടക്കാൻ പോയിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നിൽക്കണ്ടെങ്കിൽ അത് ഒരു പേഴ്സൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ അത് അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ ഡ്രഗ് അടിച്ച് പിടിച്ച് നടന്നിട്ട് ആരും ഇത് പറയില്ല.
അതാരും എന്നോട് പറയിപ്പിച്ചിട്ടല്ല. നീ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കരുത്, നീ അതാണ് ഇതാണെന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ടല്ല ഞാൻ ചെയ്തുകൊണ്ട് ഇരിക്കണേ. ഒരു കാര്യം മനസ്സിലാക്കി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം എന്താ പറയുക ആത്മാവിന് വരുന്നതാണ് പറയേണ്ടത്. ആത്മാവിന് വരുന്നതാണ് അങ്ങനെ പുറത്തേക്ക് കാണിക്കേണ്ടത്. ആത്മാവിന് വരുന്നതാണ് പ്രവർത്തിക്കേണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കലർന്ന് ഗുഡ് കഴിച്ച് നടക്കണവരും വേറെ കലർപ്പും മഞ്ഞമഞ്ഞ പറയുന്നുണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ഒരു സമയത്തിനൊക്കെ പ്രത്യേകത ഉണ്ട് ചെയ്യേണ്ട പ്രവൃത്തി. അത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് മെറ്റീരിയലിസ്റ്റിക് സ്ഥലങ്ങളെ ആരാധിച്ചു കുറേ ഞഞ്ഞമിഞ്ഞ പറഞ്ഞു ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു. ഇപ്പോൾ 95-ന് 82 മാർക്ക് കിട്ടി. അത് 0 മാർക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഡ്രഗ് അടിച്ച് ധൈര്യം ഇല്ലാണ്ട് വിഷമം വരുന്ന ക്ഷീണം എന്ന് പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടന്നു. അതല്ല സമയം എന്ന് പറയുന്നത്, അത് പൊട്ട സമയം. നിങ്ങൾ തന്നെ പറയേണ്ടത് പൊട്ട സമയമാണെന്ന്. ഡ്രഗ് അടിച്ച് നടന്നിട്ട് അന്ധവിശ്വാസവും നശ്വരമായത് ആരയിച്ചിട്ട് നിർജീവവും നിരീശ്വരവാദം കൊണ്ട് നടന്നിട്ട് എല്ലാം സെയിമാണ്. ഇതിനെയാണ് പൊട്ട സമയം എന്ന് പറയുന്നത്. നിങ്ങളതിനെ പൊട്ട സമയം പറയുന്നത്. ഞാൻ ആരും പൊട്ട സമയം എൻ്റെ പൊട്ട സമയം എന്നൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. നിങ്ങൾ വെഡ്ഡികൾ വിപരീതം ചെയ്ത റോമൻ കാത്തലിക്കും ഹിന്ദു മുസ്ലിമും ഞാൻ പ്രവൃത്തിയിലാണ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്തിട്ടാണ് നശ്വരം നിർജീവം ആരാധിച്ചിട്ടാണ്. അതാണ് നിരീശ്വരവാദം. നശ്വരമായതിനെ ആരാധിക്കുക, പെട്ടെന്ന് പൊലിഞ്ഞു പോണതിനെ ആരാധിക്കുക, മെറ്റീരിയലിസ്റ്റിക്. അതിലുകൊണ്ട് ഒരു ജയം വരണല്ലേ. ഡ്രഗ് അടിച്ച് നടന്നിട്ട് നിങ്ങൾ ഇതാണ് കറക്റ്റ് സമയം അതാണ് കറക്റ്റ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകണല്ലേ. അപ്പോൾ അത് സ്വമേധയാ വരണതിനാണ് ലാസ്റ്റ് വരെ നിലനിൽപ്പുള്ളത്. ഇടയ്ക്ക് വെച്ചെൻ്റെ ഫിസിക്കൽ ബോഡീസൊക്കെ പോയിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ ആയുസ് ബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് നിലനിൽപ്പാവുന്നത് അല്ലേ. അല്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് പിടിച്ച് നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ കാണിച്ചിട്ട് ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചിട്ട് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ച് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഡ്രഗ് അടിച്ച് നടന്നിട്ട് അത് നിലനിൽപ്പല്ല. ബാക്കിയുള്ളവരെ കണ്ട് ചിരിച്ച് അട്ടച്ച് ചിരിച്ച് അങ്ങോട്ട് മരുന്നോട്ടി വാങ്ങിക്കൊടുക്കും, ഇങ്ങോട്ട് മരുന്നോട്ടി വാങ്ങിക്കൊടുക്കുന്നതാണ്. സ്വമേധയാ കുഴപ്പം, അവർക്കും കുഴപ്പം. ഇതങ്ങനെയല്ല. ഒരു പ്രത്യേക തലത്തിൽ പ്രത്യേക രീതിയിൽ സംസാരിക്കുക, പ്രത്യേക രീതിയിൽ ചെയ്യുക, അതൊക്കെ വ്യത്യാസമുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്ന് കലർന്ന് പോകാൻ പാടില്ല. ബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് മനുഷ്യ സഹജമായി ചെയ്യാം. പക്ഷെ അത് ബോധത്തോടെ ചെയ്യുമ്പോഴാണ് തിരിച്ച് പ്രതിഷ്ഠാണ് സ്നേഹിക്കുമ്പോഴാണ് ഉന്നത തലത്തിലേക്ക് എത്തുന്നത്. ഉന്നത രീതിയിൽ എന്തെങ്കിലും വരണത്. മനുഷ്യരെ സ്നേഹിക്കാം, ഏത് രീതിയിൽ സ്നേഹിക്കാം. എന്തൊക്കെ അതിലേക്ക് കലർന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ സറോഗേറ്റ് മദർന്ന് എടുത്ത് കാണിച്ചൊരു ടോപ്പിക്ക്. അതിൽ സ്നേഹം വരുന്നുണ്ട്. പക്ഷെ കാശ് കൊടുത്ത് നമുക്ക് അതിൽ പറ്റണില്ലെങ്കിൽ അത് ഉന്നത തലത്തിലേക്ക് എത്തണില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അത് നമ്മൾ പ്രസൻ്റ് ആയിട്ട് പോവുക, അല്ലാണ്ട് പാസ്റ്റും ഫ്യൂച്ചറല്ല. ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് എപ്പോഴെങ്കിലും മാറി തിരിഞ്ഞ് വേറെ രീതിയിൽ എവിടെയെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് വരേണ്ടത്, മനസ്സിലായി. അല്ലാണ്ട് നിങ്ങൾ പണ്ട് 5,000 റുപ്പീസും 10,000 റുപ്പീസും 16, 17, 18 വയസ്സിൽ ഡ്രഗ് പരീക്ഷയിൽ പൊട്ടി, അല്ലെ 95-ന് 82 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കണ പോലെ അല്ല അത്. ഇവിടെ ഞാൻ 300 രൂപ ചോദിക്കണം. പണ്ടൊക്കെ ചെറിയ 300 രൂപ ചോദിക്കില്ലേ 1997-ലൊക്കെ. ഒരു 300 രൂപ തരുമോ 100 രൂപ തരുമോ എന്ന് ചോദിക്കണ പോലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും അല്ലേ. 1997-ല് അല്ലെ 1998-ല് 2000, 2005-ല് 2006-ല് ഞാൻ വേറെ കാശ് ചോദിക്കാറില്ലേ. വല്ല 10 രൂപ 20 രൂപ 50 രൂപ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു 300 200 ചോദിക്കണം വിശപ്പ് മാറ്റാൻ. അപ്പോൾ തന്നെ നിങ്ങൾ ലക്ഷണം ഉണ്ട്, എനിക്ക് വിശപ്പുണ്ട്, അത് ഫുള്ളും തീർത്തു ഞാൻ. അത് സാധാ രീതിയിൽ പോകേണ്ട. ആരെങ്കിലും ഇവിടെ പറയിപ്പിക്കാനുണ്ട് അതിനോട്. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, ആരും നിങ്ങൾ സ്വപ്നം കാണാമെന്ന്. കുടിച്ച് ഡ്രഗ് അടിച്ച് കൊല്ലിച്ചിട്ട് അടി കൂടാനും വേറെ തള്ളേനെ കൊല്ലിക്കാനും എന്നുള്ളതല്ല ഞാൻ ചെയ്യണത്. നിങ്ങൾ കാറ്റ് പൂച്ച എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടിക്ക് വീഴ്ചയ്ക്ക് മുറിവേൽക്കില്ല, അതറിയോ. അപ്പം അങ്ങനത്തെ ഉള്ള എത്ര ഹൈറ്റിൽ നിന്ന് വീണാലും അങ്ങനെ മുറിവേറ്റ രീതിയിലില്ല. ചിലയിടൊക്കെ ഭയങ്കര ഹൈറ്റിൽ നിന്ന് വീണാൽ ചിലപ്പോൾ മുറിവേൽക്കും. അപ്പോൾ അപ്പം ഞാൻ പറയും 300 രൂപ മേടിക്കുന്ന വല്ല കേക്കും വല്ല ചോക്ലേറ്റ് എന്തെങ്കിലും മിക്സ്ചർ വാങ്ങിയാൽ അപ്പം കഴിച്ചാൽ വിശപ്പ് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് വിശപ്പുള്ളത് കൊണ്ടാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. വിശപ്പൊന്നും ഇല്ലാണ്ട് ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കപ്പെടാണ്. വേറെ എല്ലാം കണ്ടിട്ട് വേറെ എല്ലാവരുടെയും വിഡ്ഢി സ്വഭാവം ശോഷിച്ചാവസ്ഥ കണ്ടിട്ട് നിങ്ങൾ നിരങ്ങി നീങ്ങിയിട്ട് കാര്യമില്ല. വികസിക്കാൻ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ ചെയ്യണം, ദേഷ്യപ്പെട്ട് പറയണം ഇപ്പോഴും ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം അല്ലെ. അപ്പം അവിടുത്തെ കഴിഞ്ഞ് നിങ്ങൾ ബോധമില്ലാണ്ട് പരീക്ഷയിൽ 95-ന് 82 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോയ എന്താ കാര്യം. അത് 0 മാർക്ക് കിട്ടിയല്ല. ഞാൻ 0 മാർക്ക് കിട്ടിയാലും 49 മാർക്ക് കിട്ടിയാലും 100-ല് അല്ലെങ്കിൽ ജോലി ഇല്ലാണ്ട് ഒരു 90 വർഷം ജീവിച്ചാലും ഞാൻ ഡ്രഗ് അടിച്ച് നടക്കണില്ലല്ലോ.
ഞാൻ റമ്മും കുടിച്ച് ഗുഡ്കയും കഴിച്ച് പാൻപരാഗം കഴിച്ച് ചുണ്ണാമ്പ് കഴിച്ച് നടക്കണല്ലോ. അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ പൊട്ട തിരഞ്ഞെടുക്കാനായിട്ട് വല്ല എന്തെങ്കിലും ബ്രെയിന് വല്ല ഇങ്ങനെ തിരിമറി വന്ന് കുരുട്ട് ബുദ്ധി വല്ല ഉണ്ടോ ഞങ്ങൾക്ക്? ആരും ഇതൊക്കെ പഠിപ്പിച്ചാണ് എനിക്കറിയില്ല. ഒരു ജീവനുള്ള ദൈവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്താൽ വരേണ്ടത്, ജീവനുള്ള ദൈവത്തിനെ. അല്ലാണ്ട് അതിനിടയിൽ നിങ്ങളുടെ തന്തിയും തള്ള എന്തെങ്കിലും നിങ്ങൾ കുരുട്ട് ബുദ്ധി പഠിപ്പിക്കണ്ട. എനിക്ക് എന്തോ അതിൽ നിങ്ങളുടെ വളർച്ച എന്ന് പറയാൻ പറ്റില്ല, നരങ്ങി നീങ്ങൽ എന്ന് പറയാൻ പറ്റും. എന്തോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭാഷണ കമ്മ്യൂണിക്കേഷന് എന്തോ തെറ്റിദ്ധാരണ നിങ്ങൾ ഉള്ളിൽ വീട്ടിൽ സംസാരിച്ച് അവിടെയും ഇവിടെയും കൂട്ടാരും 95-52 മാർക്ക് കിട്ടിയ ഡ്രഗ് അടിച്ച് കുടിച്ചിട്ടുണ്ടെന്ന് ബോധമില്ലാണ്ട് ചാവാന്ന് പറഞ്ഞാൽ അത് എന്താ? എനിക്ക് പൊട്ട തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? നല്ല സ്ട്രെങ്ത് ആയിട്ട് ബോധത്തോടെ കാര്യങ്ങൾ നല്ല ഗുണങ്ങളോടെ പോയിക്കോടെ. രാജാക്കന്മാർ വരെ ഡ്രഗ് അടിച്ച് കുടിച്ച് ഓരോ വെടിത്തം കഥകളെ അമർച്ചിത്ര എഴുതി നടക്കണവരുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ? പിന്നെ പിന്നെ ഞാൻ ഇതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ പറയണേ. ഞാൻ നിങ്ങൾ അവിടെ സംഭാഷിച്ചിട്ട് വീട്ടിലെന്തെങ്കിലും അബദ്ധ സംഭാഷണ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടോ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അറിയാണ്ടല്ല. നിങ്ങൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാ ഡയമെൻഷൻ വെച്ച് ഞാൻ കാണേണ്ടത് പറഞ്ഞില്ലേ, അതനുസരിച്ച് ഞാൻ ഇവിടെ സംഭാഷിക്കുന്നത്. ഇവിടെ ആരും പറയിപ്പിക്കണല്ലേ, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പറയണേ ഞാൻ, അല്ലേ? അല്ലാണ്ട് മാമുക്കോയ മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് പണ്ട് പരിശീലനം പൊട്ടി ഡ്രഗ് അടിച്ച് നടന്നവരാണ്, വെളിവില്ലാണ്ട് നടക്കുന്നവരാണ്. അവർ അമർചിത്രത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ ഡ്രഗ് അടിച്ച് കുടിച്ച് പറയിപ്പിച്ച് പറഞ്ഞവരാണ് ഡയലോഗ്. അവരെങ്ങനെ ദൈവങ്ങളാവണത്? അവർ വെറും വേസ്റ്റല്ല, ലെജൻഡുകൾ എങ്ങനെയാവണത്? വിഡ്ഢികൾ അവരെ ലെജൻഡ് എന്ന് പറഞ്ഞാൽ അവർ ലെജൻഡുകളല്ല, വേസ്റ്റുകളാണ്. പുനർജന്മമില്ലാത്ത ലെജൻഡുകൾ, വേസ്റ്റുകൾ. അത് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടെന്താണ്? ഞാൻ ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യില്ലേ? ബുദ്ധിയില്ലാത്ത വേസ്റ്റ് ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കാൻ അവരോട് പറയിച്ച് കേട്ട് എനിക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഞാൻ ഇവിടെ ആരെക്കുറിച്ച് ഞാൻ അല്ലാണെന്ന് പറയാൻ പറ്റില്ലേ? നിങ്ങളെക്കുറിച്ച് എന്തിനാണ് ഞാൻ അല്ലാണെന്ന് പറയേണ്ട കാര്യം? ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് നിങ്ങളെ കുറിച്ച് അല്ലാണെന്ന് പറയേണ്ട കാര്യം? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയണില്ലെങ്കിൽ നീ പറയണല്ലേ വെറുതെ വേസ്റ്റ് ജോലി ചെയ്തിട്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ പോകണേ പറഞ്ഞു. തുടക്കത്തൊട്ട് അതാണ് പറഞ്ഞത്. പിന്നെ എന്തിന് ഒരു അങ്ങോട്ട് വേറെ എൻ്റെ ഭാഗത്തേക്ക് ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കാന്നല്ലാണ്ട് കറക്റ്റ് ടൈം ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് അലങ്കോലാക്കരുത്. നിങ്ങളാണ് വെറുതെ നശ്വരമായി അരിച്ചിട്ട് അല്ലാന്ന് പറഞ്ഞ് നടക്കുന്നത്. എനിക്കാണെങ്കിൽ കൊള്ളണമില്ല, ഞാനും ഡ്രഗ് അടിച്ച് നടക്കണല്ലേ. പിന്നെ നിങ്ങൾ തമ്മിൽ ഡ്രഗ് അടിച്ച് ഇങ്ങനെ ഇല്ലാണ്ടായിട്ട് എന്തൊരു നിങ്ങൾക്ക് നേട്ടം എന്തിട്ടുള്ളേ? മുതൽക്കൂട്ടം എന്തിട്ടുള്ളത്? ബാധ്യതയല്ലേ? ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അത് എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അത് എൻ്റെ ഇഷ്ടം. പറയേണ്ട രീതിയിലൊരു നല്ല രീതിയിലാണ് പറയണേ, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യണേ എന്നുള്ളതാണ് കാര്യം. അവിടെ ബോധലാണ് ഡ്രഗ് കാട് ഓടൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരെ. ശരിക്കും ഛർദ്ദിച്ച് എനിക്ക് ഇവിടെ അലങ്കോലാക്കാൻ ഇഷ്ടമല്ലേ. ഒരു പുതിയ നല്ല ശ്രേഷ്ഠതയോടെ വൃത്തിയായി നല്ല കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണം, ഞാൻ പൊതുവെ പറയുന്നതാണ്, ഡ്രഗ് അടിച്ച് നടക്കണവർ പറയിപ്പിച്ചിട്ടുള്ള എന്നോട്. ഡ്രഗ് അടിച്ച് നടക്കണവർ എന്നെ പറയിപ്പിച്ചിട്ട് ഞാൻ പറയൂല്ലേ? നിങ്ങൾ തന്തയുടെ തള്ളയുടെ വേസ്റ്റ് ആക്കണോ, ടൈം വേസ്റ്റ് ആക്കണോ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കണോ, തമ്മിൽ കൊല്ലിച്ച് നടക്കണോ? ആർക്ക് വേണ്ടിയാ ജീവിക്കാന്ന് പറയാൻ പറ്റും? ആർക്ക് വേണ്ടി നരങ്ങി നീങ്ങുന്നത് നിങ്ങൾ? വേറെ തലയ്ക്ക് സുഖമില്ലാത്ത ഖുറാൻ വായിച്ച് നടക്കണം, ഡ്രഗ് അടിച്ച് നടക്കണം, മുസ്ലിംസ് ഹിന്ദുസ് വിപരീത ചെയ്യണം, റോമൻ കാത്തലിക്സ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡ്രഗ് അടിച്ച് കുടിച്ച് പണ്ട് എപ്പോഴും പരീക്ഷയിൽ പൊട്ടി നടന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവർ പെടുന്നത്. ഇത് പൂർണ്ണ ഒരു ബോധത്തോടെ പറയണമെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. പ്യൂരിറ്റി എന്നല്ല, ബോധത്തോടെ പറയണത്, ശ്രേഷ്ഠതയോടെ പറയണേ, ഒരു ഗുണങ്ങളോടെ പറയണ മനസ്സിലാക്കുന്ന ബോധമല്ലേ? തലയ്ക്ക് സുഖമില്ലാത്ത ഒരു മെറ്റീരിയലിസ്റ്റിക് ഫിയറും കൊണ്ട് നടക്കണ ഒരു പെട്ടതലയായിട്ട് കൊടവയറായിട്ട് പല രീതിയിലും ഇങ്ങനെ കൂട്ടി കുഴഞ്ഞ് കലർന്ന് നടക്കുന്നുണ്ട്. അത് അവരുടെ തെറ്റാണ്, നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ നാവിൻ്റെ തെറ്റ്. നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങണോ? വാങ്ങണമെന്ന് കൂടി പറയാൻ പറ്റില്ലേ? അരുന്ന് കൂട്ടി വാങ്ങണോ നിങ്ങൾ? ആർക്ക് വേണ്ടിയതായിരിക്കും നീങ്ങണം? ആർക്ക് വേണ്ടി ടൈം വേസ്റ്റ് ആക്കണം നിങ്ങൾ? കൃത്രിമം കാണിച്ച് പറയിപ്പിച്ച് പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ഡയലോഗും കൊണ്ട് ഒരു കാര്യം വേണോ വേണ്ടത് എനിക്കറിയാം. അതനുസരിച്ചൊരു രീതിയിൽ ഒരു ത്രെഡ്സ് എന്ന് പറയും, ഒരു രീതിയിൽ ഒരു കൂട്ടിക്കലർന്നില്ലാണ്ട് നേരെ ഒരു പോയിന്റിലേക്കാണ് പോണത്. ആ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു നൂല്, ഒരു സൂചി, തുന്നൽ സൂചിയുടെ ഓട്ടകൾ കടത്തില്ലേ, അത്രയ്ക്കും എന്താ പറയുക കൃത്യമായിട്ട് ഒരു രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു ഇതിൽ പോയില്ലേ, ആ എന്താ പറയുക അങ്ങോട്ട് എന്താ പോയ ചെറിയൊരു നൂലാണ്, ആ ചെറിയ ആ നീഡിൽ അല്ലെങ്കിൽ ആ തുന്നൽ സൂചിയുടെ ഉള്ളിലേക്ക് നല്ലോണം കയറണം. എന്നാലും അടുത്തേക്ക് നമ്മൾ ശരിക്കും ഒരു നല്ല ഭദ്രമായിട്ടൊരു തുണിയാണെങ്കിലും എന്തായാലും നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ?
വസ്ത്രമായാലും എന്തായാലും. നീ ചിന്തിക്കുന്നത് വേറെ എന്തൊക്കെയാണ്, വേറെ ആരൊക്കെയോ, എനിക്കറിയില്ല. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ബോധത്തോടെയാണ് അല്ലെങ്കിൽ വിവരത്തോണ്ട് കൂടെയാണ് ഭൂമി സുസ്ഥാപിതമാക്കപ്പെട്ടതെന്ന്. എന്താണെന്ന് വെച്ചാൽ വെഡിത്തം കൊണ്ടല്ല, കുടിച്ചും ഡ്രഗടിച്ച് നടന്ന് പൊട്ട തിരഞ്ഞെടുത്തിട്ടല്ല, നശ്വരമായതല്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു രീതിയിൽ സൃഷ്ടിക്കുമ്പോൾ അതിൽ ലെസൺസ് ഉണ്ടാവും, സ്റ്റഡി ഉണ്ടാവും, ശിക്ഷയുണ്ടാവും, ജയം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ജയം പുനർജന്മമില്ലാത്ത നശ്വരമായത് ആരാധിക്കുന്നതാണ്. അതൊരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പൂർണ്ണ വിജയം നിലനിൽപ്പ് വരണയിലാണ് വരണത്, അല്ല നിലനിൽപ്പ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേ, ഒരു നേർത്ത ഒരു നൂല്, തുണിയുടെ ഇതാണ് സൂചി, ഒരു നീഡിൽ അല്ലെങ്കിൽ തുന്നൽ സൂചിയുടെ ഓട്ടയിൽ കിടക്കണ നല്ല കൃത്യതയോടെ ഒരു കണ്ണിൻ്റെ ആ ശ്രദ്ധയുടെ അതിൽ അങ്ങോട്ട് തെറ്റാണ്ട് അവർ കയറിയിട്ട് എന്നാലും ത്രെഡ്സ് പോലെ അതിന് വാർത്തെടുത്ത് ഒരു വസ്ത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഒരു ബോധത്തോടെയാണ് വരേണ്ടത്, ബോധത്തോടെ ചെയ്യണ രീതിയാണ് വരേണ്ടത്, അത്രയ്ക്ക് കൃത്യമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ആ രീതിയിലേക്ക് ജീവിച്ച് വരുമ്പോഴാണ് അത് നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലേ. കുടിച്ച് റകടിച്ച് നടന്നിട്ട് പരീക്ഷയിൽ പൊട്ടി നടന്നിട്ട് ധൈര്യം ഇല്ലാണ്ട് ഞങ്ങൾക്ക് ചത്തതോ അറിഞ്ഞില്ല, നരകി നീങ്ങിയതോ അറിഞ്ഞില്ല, ജീവിക്കുന്നതോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിന് പിടിച്ചു നിൽക്കാനുള്ള തെറ്റിദ്ധാരണയും കൊണ്ട് നരകി നീങ്ങിയിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് പിടിച്ചു നിൽക്കാനുള്ള തെറ്റിദ്ധാരണ, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർ ഇതിൽ ഇല്ലാത്തതാണ്. മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അതിന് ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് ധൈര്യമില്ലായ്മയാണ്, കുടിച്ച് ഡ്രഗടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്നത്. അപ്പം മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കുക ആദ്യം. പിന്നെ ഖുറാൻ വായിച്ച് നടക്കണ, ഖുറാൻ കത്തിച്ച് കളയണ അവർ സ്വയം കുടിച്ച് ഡ്രഗടിച്ചെടുക്കണം, മുഹമ്മദ് ഡ്രഗടിച്ച് കൊടുത്ത് താങ്കട് അരിഞ്ഞൂട്ടി വാങ്ങിയോടെ അരിഞ്ഞൂട്ടി കൊല്ലിക്കണവരും, റോമൻ കത്തോലിക്ക് വിപരീതം ചെയ്യണവരും, ഹിന്ദുസും നശ്വര ഇതൊന്നും പറയില്ല, നശ്വരമായ പറയില്ല. അവരെന്താ പറയുക? അവർ കുടിച്ച് ഡ്രഗടിച്ച് നടന്നിട്ട് പിന്നത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് കാശിന് വേണ്ടി എന്തെങ്കിലും എഴുതി പൂരിപ്പിച്ചതിൽ പറഞ്ഞ ഭാഗ്യം. അതുകൊണ്ടാണ് അവർ അരന്നൂട്ടി വാങ്ങാനുള്ളവരാന്ന് പറയുന്നത്. അതും അല്ലാണ്ട് രക്ഷപ്പെടലല്ല വേണ്ടത്, രക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട്. റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞ് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണതിലാണ് അർത്ഥം. ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ഞാൻ പിന്നെ പറയാണ്ട്, ശോഷിച്ചത് കഴിക്കാണ്ട്, ഇതന്നെയാണ് പറഞ്ഞിരുന്നത്. ഇത് നല്ല അർത്ഥവത്തായിട്ടല്ലേ പറയണേ? എന്തെങ്കിലും തിരിമറിയും കലർന്നത് എന്തെങ്കിലും ഞാൻ പറഞ്ഞ ആരും പറയിപ്പിക്കാണ്ട് പറയണേ, അത് മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചു പഠിക്കുക, പറയുമ്പോൾ സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യം എന്ന് പറയും. എന്തുകൊണ്ട് കിറുക്കുള്ള കൃത്യം എന്ന് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പറയണത് അല്ലേ. അപ്പം നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ബോധമില്ലാണ്ട് പരീക്ഷയിൽ പൊട്ടി 0 മാർക്ക് കൂടി ഇല്ല, 96 82 മാർക്ക് കൂടി ഡ്രഗ് അടിച്ച് നടന്നിട്ട് കൃത്യം എന്നൊക്കെ പറഞ്ഞിട്ട്, കിറുക്കുള്ള കൃത്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് പിടിച്ച് നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ കാണിക്കണല്ലേ. അതൊക്കെ സംഭാഷണത്തിലെ പിഴവ് ഞങ്ങളുടെ ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ്. ഞാൻ കൃത്യം എന്ന് ഉപയോഗിച്ചുള്ളൂ, കൃത്യം എന്ന് കൂടിയല്ല. അപ്പോൾ അവർ തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് അത് നിങ്ങളുടെ പിഴവല്ലേ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കൃത്യത ഇല്ലാത്ത കൃത്യം അല്ലേ. അപ്പോൾ ആ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ആരും പറയിപ്പിക്കാണ്ടല്ലേ പറഞ്ഞേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് അത് കൃത്യം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർക്ക് ഇതില്ലാത്തത് നിങ്ങൾ തന്തയും തള്ളയായിരുന്നു തൊട്ടി വാങ്ങണവർ പറയിപ്പിച്ചതല്ലത്. എനിക്ക് എല്ലാം മനസ്സിലാക്കി, നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കണതിൻ്റെ എല്ലാം ചകഞ്ഞെടുത്ത് ചുറ്റും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജീവിച്ചു വന്നത്. അതിന് നരകി നീങ്ങലാവില്ല. എവിടെയൊക്കെ എന്തൊക്കെ നിങ്ങൾ പിഴവ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വളർന്നത്. ആരും എന്നോട് പറയിപ്പിക്കാണ്ട്. എവിടെ വെണ്ടൂരാണെങ്കിലും പണ്ട് 2000 ആണെങ്കിലും 95 ആണെങ്കിലും 1990 ആണെങ്കിലും എനിക്ക് എല്ലാം ശ്രവിക്കാൻ പറ്റും. ശ്രവണം ശക്തിയാണ് വേണ്ടത്. ആരാ എന്താ പറയണേ അതനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ നീങ്ങണേ, അതനുസരിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ പിഴവ് നശ്വരമായതിനെ ആരാധിച്ചിട്ട് തമ്മിലായിരുന്നു കൂട്ടി വാങ്ങണ വാക്കുകൾ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് തമ്മിൽ കൊല്ലിക്കേണ്ടി വരണം ഞങ്ങൾക്ക് അല്ലേ. കൃത്യതയോടെ കൃത്യം നിർവഹിക്കുക, അല്ലാണ്ട് കൃത്യവും ആവശ്യമില്ലാത്ത വാക്കുകൾ അതിൽ ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ട് ബോധമില്ലാണ്ട് ഓരോ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തമ്മിൽ കൊല്ലിച്ചും കുഴിച്ചടിച്ച പഴയ വാക്കായി പോയി എരന്നൂട്ടി വാങ്ങിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക്. അതിൽ നിലനിൽപ്പെന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ തൊട്ടുള്ള അധിഷ്ഠിതമായി പോണേനാണ് ഉന്നതത്തുള്ള കാര്യങ്ങൾ അവിടെ ആദ്യമേ തൊട്ടുള്ളത് അവസാനം വരെ വിജയിക്കുന്നത്. അല്ലാണ്ട് പുനർജന്മമില്ലാത്ത നശ്വരമായത് ആരാധിക്കുന്നതല്ല.
അത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങളെ ആവശ്യമില്ലാണ്ട് കുറേ ടൈപ്പുള്ള നശ്വരമായ ആരാധിച്ചിട്ട് അതിനെ ജീവനുള്ള ദൈവത്തിൻ്റെ തുല്യമാക്കി എന്ന് വെച്ചാൽ അതല്ല. നശ്വരമായത് ആരാധിച്ചിട്ട് നിരീശ്വരവാദം കൊണ്ട് നടക്കണവരാണ് അവർ പറയിപ്പിച്ചിട്ട് പലതും അവർ പറയും. സ്ത്രീകൾ ബുദ്ധി ഇല്ലാണ്ട് അത് കേട്ടിട്ട് അതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ തമ്മിൽ തെറ്റരുത്. എന്നിട്ട് തമ്മിൽ കൊച്ചു സ്വത്തിന് വേണ്ടി മെറ്റീരിയലിസ്റ്റിക് രീതിക്ക് വേണ്ടി ഇനിയും നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ഫിയറും കൊണ്ട് അതിനെ പിന്നാലെ ചേസ് ചെയ്ത് അവർക്ക് വേണ്ടി അതിന് പിന്നാലെ പായാൻ നിന്ന് കഴിഞ്ഞിട്ട് തോറ്റിട്ട് കാര്യമില്ല. തോറ്റ വേർഡ് നാവുകൊണ്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയണം. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു വാക്ക് ഉപയോഗിക്കണം. ഇപ്പം ഞാൻ ലിവിങ് ഗോഡ്സ് എന്ന് പറയുന്നത് ലിവിങ് ഗോഡ്സ് എന്ന് പറഞ്ഞാൽ പറയണ ആ പ്രോണൻസ് GOTT ആണ്. അവിടെ ലിവിങ് ഗാഡ് എന്ന് പറയണ നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഡ്രഗ്സ് നടക്കണവർ പോലെ അല്ല അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ടാണ് എനിക്ക് തിരിയാത്തത്. അപ്പം നിങ്ങൾക്ക് നല്ലോണം തെളിച്ചത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നിങ്ങൾ ഈ വിഡിത്തം ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി വാങ്ങിയിട്ട് നിങ്ങളുടെ തെറ്റാണത്. ഞാൻ നല്ല ശരിക്കുള്ള ബോധത്തോടെ കാര്യങ്ങളാണ് പറയണം അല്ലേ. തിരിച്ച് പ്രതിഷ്ഠാനെ സ്നേഹിക്കാം, മനുഷ്യരെ സ്നേഹിക്കാം, പക്ഷെ ബോധത്തോടെ ആവണം. അതൊക്കെ പറയേണ്ടത് അങ്ങനെയാണ് അല്ലേ. നിങ്ങൾ തമ്മിൽ കൊല്ലിച്ചിട്ട് ഗുഡ്കയും കഴിക്കണ ഹിന്ദിക്കാരെയും ചുണ്ണാമ്പ് കഴിക്കണ മലയാളികൾ തമ്മിൽ തെറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. ഹിന്ദിക്കാർക്കും മലയാളത്തിനെ കുറിച്ച് ഇവിടെ ഉള്ള കാര്യങ്ങൾ ശരിക്കുള്ള കാര്യങ്ങൾ അറിയില്ല. വേറെ രീതിയിൽ എത്തിച്ചിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ എത്തിച്ചിട്ട് ഒരു കാര്യമില്ല. പൊട്ട തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ധൈര്യത്തോടെ നടക്കാൻ പഠിക്കുക ആദ്യം. ഹിന്ദിക്കാരും കോണങ്ങളും മലയാളി ചുണ്ണാമ്പ് ഇത് പറയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെയും അവരുടെ വിഡ്ഢിവാക്കും കേട്ട് ഇങ്ങനെ കുരുട്ടുമോന്തി കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവുള്ളേ. റിഷ്തേദാർ ഹി മേരെ ദോസ്ത് ഹൈ എന്ന് പറയണ ഒരു രീതിയിൽ പറയുന്നതാണ്. നിങ്ങളുടെ തന്തയും തള്ള അരുന്നൂട്ടി വാങ്ങിപ്പിച്ചവർ അവരനുകരിക്കാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തിന് ഉപയോഗിക്കാത്ത വാക്കുകൾ വേറെ എന്തൊക്കെയാണ്. അതുപോലെ ഞാൻ ഇറങ്ങി നീങ്ങിയിട്ടില്ല. ഞാൻ ജീവിച്ചത് ഒരു പ്രത്യേക രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ, കൃത്യം വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് ആരും പറയിപ്പിക്കേണ്ടില്ല. ഇങ്ങനെ കൃത്യം ഇത് ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല. ഒരു നോട്ടം, ഒരു ചെയ്യണ രീതി, അത് ശ്രവിക്കണ രീതി മനസ്സിലാക്കി അറിയാം എങ്ങനെ പോണേന്ന്. അപ്പം നിങ്ങൾ വേറെ വല്ല വീട്ടിന് സ്വപ്നം കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം, പക്ഷെ അത് ബോധത്തോടെ ആവണം. ഉറക്കം കാര്യങ്ങൾ അത് അങ്ങനത്തെ ഉണർന്നു വരുമ്പോൾ ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് ഡ്രഗ് കുടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. ഉറങ്ങി എണീറ്റാലും ബോധത്തോടെ പറയാനുള്ള ശക്തി വേണം. ഇപ്പോൾ ഞാൻ ഇന്ന് ഉറങ്ങി വിചാരിച്ചു രാത്രി, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ മറന്ന് പല സ്വപ്നങ്ങളും കണ്ട് കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അതൊക്കെ മറന്ന് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓരോ മണിക്കൂർ പോകുമ്പോഴാണ് ശരിക്കുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സറോഗേറ്റ് മദറിൻ്റെ കാര്യം പറഞ്ഞു. അത് കാശ് നല്ലോണം ആവുമെങ്കിൽ അത് പിന്നത്തേക്ക് വേണ്ട ആവശ്യമില്ല. അത് വേറെ സ്നേഹം. അതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതാണ് പറയണത്. അല്ലാണ്ട് അത് ബോധത്തോടെ ഇരിക്കണവർക്ക്. അല്ലാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് അത് പിടിച്ച് നിൽക്കാനുള്ള തെറ്റിദ്ധാരണ കാണിച്ചിട്ട് അത് നിലനിൽപ്പല്ല. വേറെ എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വാക്ക് ഉപയോഗിച്ച പോലെ കിറുക്കുള്ള കൃത്യം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ കൂട്ടിക്കുഴച്ച് പിടിച്ച് നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ കാണിച്ചിട്ട് തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അത് ഉറങ്ങുകയാണെങ്കിലും ഉണരുമ്പോഴാണെങ്കിലും ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അത് കൃത്യതയോടെ ചെയ്യുക എന്നുള്ളത് വ്യത്യാസമുണ്ട്. അത് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്യണ പോലെയല്ല.